എന്റെ കുറുമ്പിപ്പൂച്ച. രചന നീതു. ഓയ് പെണ്ണെ. പുറകിൽ നിന്ന് കേട്ട സൗണ്ട് ആരുടെയാണെന്ന് മനസ്സിലായവൾ തലയും താഴ്ത്തി നടപ്പുഴന്നു. ഏയ് പെണ്ണെ, ഒന്ന് നിൽക്കണം, ഞാനും ആ വഴി തന്നെയാ. എങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ നടപ്പിന്റെ വേഗം കൂട്ടിക്കൊണ്ടിരുന്നു. ഹ, ഇതെന്തൊരു പോക്കാടോ. ഓടി അടുത്തെത്തിയവൻ അവളുടെ മുമ്പിലായി കയറി നിന്നു. തനിക്ക് മുമ്പിലായി തടസ്സം തീർത്ത് നിൽക്കുന്നവനെ കണ്ണുകുളിർത്തി നോക്കിയവൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന പ്രണയം കണ്ട് വേഗം തന്നെ മിഴികൾ താഴ്ത്തി. എന്ന് എന്റെ കുറുമ്പിപ്പൂച്ചക്കൊരു കള്ളത്തരം. വഴി മാറുന്നുണ്ടോ? എനിക്ക് പോകണം. അതിന് നിന്നോട് ആര് പറഞ്ഞ് പോകണ്ടെന്ന്? എന്റെ മുമ്പിൽ നിന്ന് മാറിയാലേ എനിക്ക് പോകാൻ കഴിയും. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെ. ഞാൻ മാറാം. അതിനു മുമ്പ് എനിക്ക് നിന്റെ മറുപടി അറിയണം. എന്തിന്റെ മറുപടിയാ? കാര്യമറിയാമെങ്കിലും അവൾ ഉരുണ്ട് കളിച്ച്. അത് നിനക്കറിയില്ലേ? ഇല്ല, ഏട്ടൻ പറ. ചുറ്റും നോക്കി അവൻ ഇടവഴിയിലൂടെ ആരുമില്ലെന്ന് കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്നെ മാറിലേക്ക് ചേർത്തു. ഞൊടിയിടയിൽ സംഭവിച്ച കാര്യത്തിൽ ഞെട്ടിപ്പിടഞ്ഞവൾ അവനിൽ നിന്ന് അകലാൻ തുടങ്ങിയതും അവന്റെ വാക്കുകളിൽ നിന്നു. നീ കുറുമ്പിപ്പൂച്ചേ, നീ കളിക്കല്ലേ. ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമുള്ള മറുപടിയാ എനിക്ക് വേണ്ടത്. പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ ആ മാറിൽ പിടിച്ച് തള്ളി മാറ്റി മുമ്പിലേക്ക് ഓടിയവൾ. ഡീ, മറുപടി പറഞ്ഞിട്ട് ഓടി. ഇടവഴിയിലൂടെ വേഗം ഓടി മറിയുന്നവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. ഈ ഇടവഴിയിൽ തടഞ്ഞെത്തി എന്റെ സമ്മതം ചോദിക്കാൻ പോയി എന്റെ വീട്ടിൽ ചോദിക്കും മനുഷ്യ. ഓടുന്നവൾ വിളിച്ചു പറഞ്ഞതും അവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർമഴ പെയ്തു. എന്റെ കുറുമ്പിപ്പൂച്ച. അവളുടെ ഓർമ്മയിൽ നെഞ്ചിൽ കൈവച്ച അവൻ പതിയെ പറഞ്ഞു. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആ വിവാഹം. മണ്ഡപത്തിന്റെ സൈഡിൽ വലിയ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളിൽ പിന്നെയും പിന്നെയും അവന്റെ മിഴികൾ സന്തോഷത്തോടെ പതിഞ്ഞുകൊണ്ടിരുന്നു. അരുൺ വേഡ്സ് പൂജ. വർഷങ്ങളായുള്ള തന്റെ പ്രണയം ഇന്നത് സഫലമാവുന്നു. തന്റെ പാതിയായി തന്റെ കുറുമ്പിപ്പൂച്ച തന്നിലേക്ക് എത്തുന്നു. കൗമാരപ്രായത്തിൽ തന്നെ തന്റെ മനസ്സിൽ കുടിയേറിയ തന്റെ പ്രണയം ഒരു കൊച്ചുകുട്ടിയോട് തോന്നി ഇൻഫാക്ച്വേഷൻ ആണെന്ന് കരുതി മറക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ശക്തിയിൽ തന്നിലേക്ക് ആഴ്ന്നിറങ്ങിയ തന്റെ പ്രണയം പറയാൻ വർഷങ്ങളെടുത്തെങ്കിലും ഇന്നും മാറാത്ത ഒരു തുള്ളി പോലും കുറയാത്ത പ്രണയം. തൊട്ടടുത്ത് വീടായിട്ടും ഇത്രയും നാൾ കാത്തിരുന്ന് തനിക്കൊരു ജോലിയാവാനാണ്. അതായതും അവളുടെ സമ്മത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. അത് കിട്ടിയ ഉടനെ തന്റെ അച്ഛനെയും കൂട്ടി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. ഇന്ന് എല്ലാ തടസ്സങ്ങളും നീങ്ങി അവൾ എൻ്റെ ആയി തീരുകയാണ്. മുഹൂർത്താവറായി, മണ്ഡപത്തിലേക്ക് കയറിയിക്ക്. അച്ഛന്റെ സംസാരത്തിലാണ് അവൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. ചിരിയോടെ മണ്ഡപത്തിൽ കയറി വരന്റെ സ്ഥാനത്ത് അവൻ ഇരുന്നു. പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു തന്റെ കുറുമ്പിപ്പൂച്ചയ്ക്ക് വേണ്ടി. പെണ്ണിനെ വിളിച്ചോളൂ. പൂജാരിയുടെ സൗണ്ട് ആ മണ്ഡഭാഗം മുഴങ്ങിയതും അവൻ ആകാംക്ഷയോടെ തന്റെ പെണ്ണിനെ കാത്തിരുന്നു. താലപ്പൊലിക്കാരുടെ അകമ്പടിയോടെ സർവാഭരണ വിഭൂഷിതയായി വരുന്ന തന്റെ പൂച്ചപ്പെണ്ണിനെ അവൻ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി. ചുവന്ന കല്യാണ സാരിയിൽ അതിമനോഹരിയാണ് അവൾ. മേക്കപ്പ് ആഭരണങ്ങളും കൂടിയായതും ഒരു രാജകുമാരിയെ പോലെ സുന്ദരിയായിട്ടുണ്ട്. മണ്ഡപത്തിൽ കയറി എല്ലാവരെയും നമസ്കരിച്ച് അവന്റെ അടുത്തായി അവൾ വിറയലോടെ ഇരുന്നു. അവളുടെ പേടി മനസ്സിലായതുപോലെ അവന്റെ വിരലുകൾ അവളുടെ ഇടതയിലായി കോർത്തു. തന്റെ കയ്യിലറിഞ്ഞ ആ സ്പർശനത്തിൽ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. സന്തോഷത്തോടെ കണ്ണിൽ തന്നോടുള്ള പ്രണയം നിറച്ചിരിക്കുന്നവനെ കണ്ട അവളുടെ മനസ്സിലും ഒരു തണുപ്പ് നിറഞ്ഞു. അവൾ നോക്കി കണ്ണു ചിമ്മി അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ ചെറിയ പുഞ്ചിരിയാൽ വിടർന്നു. താലിയിട്ടുള്ള സമയമായി. പൂജാരിയുടെ വാക്കുകൾ മുഴങ്ങിയതും അവളുടെ ശരീരമാകെ ഒരു വിറയിൽ കടന്നുപോയി. തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച കൈകൾ ആ താലിച്ചരട് മുറുക്കി കിട്ടുന്നു സ്വപ്നത്തിലെന്ന പോലെ അവൾ അറിഞ്ഞു. കുറുമ്പിപ്പൂച്ചേ എന്ന വളരെ നേരത്തെ ഒരു വിളിയിലാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന്. തന്റെ നെറുകയിൽ സിന്ദൂരം പതിച്ച് ചിരിക്കുന്നവനെ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയ ആ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നിരുന്നു. ആ ചുംബനത്തിനൊപ്പം അവന്റെ 2 തുള്ളി കണ്ണുനീരും അവളുടെ നെറുകയിൽ വീണലിഞ്ഞു. മിഴി ഉയർത്തി ചോദ്യഭാവത്തിൽ നോക്കി അവളെ നോക്കി അവൻ പറഞ്ഞു. നീ എന്റേത് മാത്രമല്ലേ? അതിന്റെ സന്തോഷ. ഓഡിറ്റോറിയത്തിൽ നിന്നും അച്ഛനെയും അമ്മയും വിട്ട് പടിയിറങ്ങുമ്പോൾ ഒരുപാട് സങ്കടം മനസ്സിലുണ്ടായെങ്കിലും അവന്റെ സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കലിൽ അതെല്ലാം മറന്ന് അവൾ അവനോടൊപ്പം ആ കാറിലേക്ക് കയറി. കാറിലിരിക്കുമ്പോഴും തന്റെ തോളിൽ തട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നവനെ അവൾ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി. തന്റെ മനസ്സിലെ സങ്കടം നീങ്ങി അവിടെ അവനോടുള്ള പ്രണയത്തിര നിറയുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും മടങ്ങിയതും അവനും അവളും അമ്മയും മാത്രമായി ആ വലിയ വീട്ടിൽ. രാത്രി വരെ അവന്റെ കൺമുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി അമ്മയുടെ കൂടെ തന്നെ നടന്നു. പക്ഷേ രാത്രിയായത് ഒരു ഗ്ലാസ് പാല് കയ്യിൽ തന്ന് അമ്മ തന്നെ നോക്കി ചിരിക്കുമ്പോഴാണ് അവൾ ഇന്ന് തന്റെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ എന്ന് ഓർത്തത്. അമ്മയെ ദയനീയമായി നോക്കിയതും ചിരിയോടെ തലയാട്ടി പോകാൻ പറഞ്ഞതും പതിയെ അവന്റെ റൂമിലേക്ക് നടന്നു. റൂമിന്റെ വാതിൽക്കിലെത്തിയതും തന്റെ ശരീരം പൂക്കുല പോലെ വിറക്കുന്നവൾ അറിയുന്നുണ്ടായിരുന്നു. ചാരിയിട്ട വാതിൽ പതിയെ തുറന്ന് അവൾ അകത്തേക്ക് കയറി. മുറിയിലെങ്ങും അവനെ കാണുന്നില്ലെന്ന ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചവൾ ഗ്ലാസുമായി ടേബിളിനരികിലെത്തി. അവിടെ അത് വെച്ച് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിലായിരുന്നു ഇടിച്ചു നിന്നത്. ആ നെഞ്ച് ആരുടേതാണെന്ന് മനസ്സിലായതും അവളുടെ ശരീരമാകെ വിറയിൽ പടർന്നു. തന്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന അവളുടെ ശരീരം വിറക്കുന്നതറിഞ്ഞതും അവൻ ചെറുചിരിയോടെ അവളുടെ കാതിലേക്ക് ചുണ്ടടുപ്പിച്ചു. എന്റെ കുറുമ്പിപ്പൂച്ചേ, നീ എന്തിനാണ് ഇങ്ങനെ വിറക്കുന്നത്? ഞാനല്ലേ.
അവന്റെ കുറുമ്പി പൂച്ച എന്ന വിളി കേട്ടതും അവളുടെ മുഖം ചുവന്നു കയറി. ചുവന്ന മുഖം അവൻ കാണാതിരിക്കാനായി അവൾ അവന്റെ മാറിലേക്ക് തന്നെ തല അമർത്തി വെച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ വിറച്ചുപോയ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി മുറുകി. നീ കുറുമ്പി പൂച്ചേ, നീ തന്നെ വഴിതെറ്റിക്കോ? അവന്റെ ചോദ്യത്തിൽ അവൾ വേഗം അടർന്നു മാറിയെങ്കിലും ഞൊടിയിടയിൽ അവൻ അവളുമായി കട്ടിലേക്ക് വീണിരുന്നു. അവളുടെ മുഖമാകെ ഓടി നടന്ന ആ കണ്ണുകൾ അവളുടെ കണ്ണുകളിലെത്തിയതും തന്നോടുള്ള പ്രണയത്താലും പേടിയാലും ഓടുന്ന കൃഷ്ണമണികളെ അവൻ അത്യധികം പ്രണയത്തോടെ നോക്കി. മുഖം താഴ്ത്തി ആ കണ്ണുകളിൽ തന്റെ ആദ്യ ചുംബനം നൽകിയവൻ ആ മുഖമാകെ തന്റെ ചുംബനത്താൽ നിറച്ചു. അവന്റെ ചുംബന മഴയിൽ നനഞ്ഞു കുതിർന്നവൾ അവനെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. പതിയെ പതിയെ പ്രണയമെന്ന വികാരം മാറി മറ്റു പല വികാരങ്ങൾ അവിടെ ഇടം പിടിച്ചതും അവൻ അവളിൽ ഒരു മഴയായി പെയ്തുകൊണ്ടിരുന്നു. അവൾ അവനെന്ന മഴയെ സ്വീകരിക്കുന്ന ഭൂമിയായും തീർന്നു. അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ പുതിയൊരു ജീവിതം. പ്രണയവും സ്നേഹവും സന്തോഷവും നിറഞ്ഞ അവരുടെ സ്വർഗതുല്യമായ ജീവിതം.